പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായം 1 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റന്നാൾ രോദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ഫൊയ്നീക്കിയയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി. കുപ്രോസ് ദ്വീപ് കണ്ട് അതിന് ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി. കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി 7 നാൾ അവിടെ പാർത്തു. അവർ പൗലോസിനോട് യെരൂശലേമിൽ പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് ഓടിപ്പോയി. ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് തോലോമായിസിൽ എത്തി. സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ച് കൂടായ്കയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കൂപ്പുകൂട്ടി യെരൂശലേമിലേക്ക് പോയി. കൈസരയിലെ ശിഷ്യന്മാരിൽ പലരും ഞങ്ങളോടുകൂടെ പോന്നു. കുപ്രോസുകാരനായ നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. യെരൂശലേമിലെത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിൻ്റെ അടുക്കൽ പോയി. മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി. അവൻ അവരെ വന്ദനം ചെയ്തു തൻ്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദരാ, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്രയായിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുതെന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളയുവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്നവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക. നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെക്കൊണ്ട് കേട്ടതുള്ളതല്ല എന്നും നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവൻ എന്നും എല്ലാവരും അറിയും. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചെടുത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദൈവാലയത്തിൽ ചെന്നു. അവരിൽ ഓരോരുത്തനു വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ആ 7 ദിവസം തീരാറായപ്പോൾ ആസ്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെയും ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുകൂകി. അവർ മുമ്പേ എഫേസ്യനായ ത്രോഫിമോസിനെ അവരോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു നിരൂപിച്ചു.
നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദൈവാലയത്തിന് പുറത്തേക്ക് അഴിച്ചു കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരൂശലേം ഒക്കെയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിന്റെ സഹസ്രാധിപന് വാർത്തമാനം കിട്ടി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. സഹസ്രാധിപൻ അടുത്തു വന്ന് അവനെ പിടിച്ച് 2 ചങ്ങല വയ്പാൻ കൽപ്പിച്ചു. ആരെന്നും എന്തു ചെയ്തുവെന്നും ചോദിച്ചു. പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചു കൊണ്ടിരുന്നു. ആരവാരം ഹേതുവായി നിശ്ചയം ഒന്നും അറിഞ്ഞുകൂടായ്കയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. പടിക്കെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നുകളക എന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിൻചെല്ലുകയാൽ പുരുഷാരത്തിന്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു. കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട്, എനിക്ക് നിന്നോടൊരു വാക്കു പറയാമോ എന്ന് ചോദിച്ചു. അതിനവൻ, നിനക്ക് യവന ഭാഷ അറിയാമോ? കുറെ നാൾ മുമ്പേ കലഹമുണ്ടാക്കി 4000 കട്ടാരക്കാരായ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിസ്രയീമ്യൻ നീ അല്ലയോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാൻ കിലിക്കിയയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദനാകുന്നു. ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞതാവിത്: ആമേൻ.